ഗൈസ്, നമ്മുടെ ട്രിപ്പ് അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പം സൗത്ത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, ക്രൗഡുണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ പോവാണ്. എൻട്രൻസിൽ നിൽക്കണേന്. ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. നിറയെ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് സാറ്റർഡേ ഒക്കെ അടുത്തുകൊണ്ടായിരിക്കാം മേ ബി ഇത്രയും ആള് വരുന്നത്. ഞങ്ങളുടെ കോച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പം നമ്മുടേത് S6 ആണ്, 55 ആണ് വന്നേക്കണേ. അപ്പം ഇനിയിപ്പം നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ പോവാം. ഗൈസ്, നമ്മളങ്ങനെ എവിടെ എത്തി? സൈനു KSR ബാംഗ്ലൂരിലെത്തി. അങ്ങനെ ഞങ്ങൾ എറണാകുളം സൗത്തിൽ നിന്ന് കയറിയിട്ട് ഇപ്പം മജസ്റ്റിക്കിൽ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ റൂം ബുക്ക് ചെയ്യണം. അപ്പോൾ റെയിൽവേയുടെ തന്നെ റിട്ടയർ റൂം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി പ്ലാറ്റ്ഫോം നമ്പർ 1 പോവാണ്. അവിടെ റെയിൽവേയുടെ റിട്ടയർ റൂം ബുക്ക് ചെയ്തിട്ട് പോവാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ ബുക്ക് ചെയ്തില്ല. നമ്മൾ ചെന്ന് നോക്കട്ടെ. കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. എസ്കലേറ്റർ കയറി പോയാൽ മതിയായിരുന്നു. ബാക്കിയുള്ള നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ റിട്ടയർ റൂമിൻ്റെ ഇത് കാണിച്ചേക്കണം. നമുക്കൊന്ന് പോയി നോക്കാം. എന്താണെന്ന് ചോദിക്കാം. നമ്മൾ അവർക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ചെന്നിട്ട് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് അല്ലല്ലോ, ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കട്ടെ എന്താ അവസ്ഥ. ചോദിച്ചു. ആ പുള്ളിക്കാരൻ ഓട്ടോ വേണം ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം ഇവിടെ നിന്നൊന്നും തീരുമാനിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ റെയിൽവേയുടെ റൂം അടിച്ചെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ എത്ര 12 അവേഴ്സിന് 12 അവേഴ്സിന് 2 പേർക്ക് 1200 രൂപയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും അഫോർഡബിൾ ആയിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ആപ്സിൽ ഗോയിബിബോയിൽ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലൊക്കെ നോക്കാൻ നേരത്ത് അതിലൊരു 1000-നൊക്കെ നല്ല റൂംസ് വരുന്നുണ്ട് 24 അവേഴ്സ്. അപ്പം പിന്നെ നമ്മളെന്തിനാ റിട്ടേൺ പൈസ കൊടുത്തിരിക്കണേ. അപ്പം നമുക്ക് അതിലെന്തെങ്കിലും നോക്കിയിട്ട് പോവാം. നമ്മൾ ITDCയുടെ റൂംസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ITDCയുടെ സേഫാണെന്ന് പറയണം. പക്ഷെ ആ ഒരു ഏരിയയിൽ ഒരു 10-15 ഹോട്ടൽസ് ഉണ്ട്. അപ്പം അവിടെ നോക്കിയിട്ട് നമുക്ക് ഏതാണ് റേറ്റും അതേപോലെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാമെന്ന് പറയണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഓട്ടോയിൽ കയറാൻ പോവാണ്. ഇവിടുന്ന് അവിടെ ഒരു 40 രൂപ അവർ പറയുന്നത്. അവിടെ ചെന്നിട്ട് എന്ത് പറയുമെന്ന് അറിയത്തില്ല. അതല്ലെങ്കിൽ പുള്ളി ഇവിടെ കൊണ്ടുവന്നാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവർ റൂം പറഞ്ഞേക്കുന്നത്. റൂം അത്യാവശ്യം ഇങ്ങനെയാണ് വരിക. നമ്മളെ ഫ്രണ്ട് വരിക. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്. പിന്നെ റേറ്റ് വരെ എത്ര പറയുന്നത് നോക്കട്ടെ. ഹോട്ട് വാട്ടർ ഫെസിലിറ്റി അവൈലബിൾ. ഓക്കെ. ഞങ്ങൾ അങ്ങനെ റൂമിലൊക്കെ എത്തി. ബാഗും സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ വേണ്ട. നമ്മളപ്പോൾ റൂമിലെത്തിയിട്ട് സൈനോയെ പല്ലിച്ചു. ഞാൻ പല്ലിച്ചില്ല, എനിക്ക് വിശക്കണു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലേസ് വാങ്ങിച്ചത് അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു.
അവൾ പല്ലിച്ചിട്ട് കഴിക്കും, ഞാൻ പല്ല് തേക്കണ്ടേ. ഇപ്പം ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് സൈറ്റിൽ പോകാമെന്ന് വിചാരിക്കണം. ഇന്ന് നാളെ ഷോപ്പിങ്ങിന് ഇറങ്ങണം. പക്ഷെ പ്ലാൻ മാറ്റപ്പെടുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, നോക്കണം. റൂം വലിയ കുഴപ്പമില്ല, ആവറേജ് എന്ന് പറയാം, ഇത്രേ ഉള്ളൂ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് അപ്പുറത്താണ്. ആ പുള്ളിക്കാരൻ 40 രൂപ വാങ്ങിച്ചു. പക്ഷെ 40 രൂപയുടെ ഓട്ടോ ഒന്നും ഇല്ല, ഒരു കിലോമീറ്റർ അടുത്ത് ഇല്ല, അതിലും കുറവാണ്. പിന്നെ എനിക്കൊന്നൊരു മിനിമം ചാർജുള്ള 40 ആയിരിക്കും ചിലപ്പോൾ, എനിക്കറിയത്തില്ല. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് ഒരു സമാധാനം. മെട്രോ സ്റ്റേഷൻ അടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ബസ് സ്റ്റാൻഡ് എല്ലാം അടുത്താണ്. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനിയിപ്പം ഞങ്ങളൊന്ന് പോയി ഫ്രഷ് ആയിട്ട് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഞങ്ങൾ ഇതെന്ത് സാധനം, പുലാവും ദാലും പിന്നെ ഒരു ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഇവിടുത്തെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പുള്ളിക്കാൻ ലിവർ ഫ്രൈ വേണമെന്ന് ചോദിച്ചില്ല. പക്ഷെ നമുക്ക് ലിവർ ഫ്രൈ വേണ്ട, റിസ്ക് എടുക്കുന്നില്ല വെറുതെ. അപ്പം ഇനിയിപ്പം മുട്ട പൊരിച്ചും കുത്തി കഴിക്കാം. നമ്മൾ അവിടുന്ന് ദാലും പുലാവും കഴിച്ചേ. അവിടെ ഫോൺ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഫുഡ് വലിയ കുഴപ്പമുണ്ടായില്ല. 80 രൂപയായിരുന്നു അവർ ചാർജ് ചെയ്തത്. പുലാവ് ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങിച്ചത്, കാരണം പുലാവ് എത്രത്തോളം നല്ലതായിരിക്കും നമുക്കറിയത്തില്ല. അത് കാരണം ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പ്ലേറ്റായിട്ട് വാങ്ങിച്ചത്. കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ പാലസിലേക്ക് പോവാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് പോകാമെന്നാണ് വിചാരിക്കണേ. ഞങ്ങൾ ഈ സ്റ്റെപ്പും വഴി കയറി വന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കന്നഡ അറിയാത്തതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ട്, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതുവഴി താഴെ ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്തെ സൈഡിലാണ് മെട്രോ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. താഴത്തെ കൂടെ റോഡാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പതിയെ മെട്രോയിൽ കയറിയിട്ട് പോവാം. നമ്മൾ വന്ന വഴി ഇതേ അതാണ്. അവിടുന്ന് ആ റൂട്ടിൽ കൂടി ഇങ്ങനെ വന്ന് ആ സ്റ്റെപ്പ് കയറി ഇപ്പോൾ ഒരു കഴിഞ്ഞു. നമ്മൾ മെട്രോ പിടിക്കാൻ പോവാണ്. സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ ഇവരുടെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് മൂഞ്ചാവസ്ഥയാണ്. ഞങ്ങൾ ഒരു പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മെട്രോയിൽ കയറിയാൽ മതി എത്തുന്നത്. എന്നിട്ട് ആ പുള്ളി പറഞ്ഞ കേട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ലേഡി പറയാണ് ഇവിടെ മെട്രോയിൽ അവിടെ പോകാൻ പറ്റില്ല. ഞങ്ങൾ ലാസ്റ്റ് ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. ഇവിടെ കുറേ ഇതുണ്ട്, നമുക്കൊന്നും മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ഇവിടുത്തെ ഒരു എൻക്വയറിയിൽ ചോദിച്ചപ്പോഴത്തേനും പുള്ളിക്കാരൻ പറഞ്ഞത് 19th പ്ലാറ്റ്ഫോം അതെന്താണ് പറഞ്ഞത്. 19th ആണ് തോന്നുന്നത്. അതാണ്ട് അവിടെയാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥയാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത നമുക്കൊന്നും മനസ്സിലാവും. ചൈന ബസ് വന്നിട്ടുണ്ട്. അപ്പുറത്തെ പ്ലാറ്റ്ഫോം ആ കാണാമെന്ന് എനിക്ക് തോന്നണേ. ഇപ്പം ഓട്ട് ഇത് കണ്ടോ, ഈ സാധനം വെച്ച് നമുക്കിനിപ്പോൾ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കി എനിക്ക് തോന്നുന്നു അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. വന്നേ കിട്ടോ. ഈ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ വസന്ത് നഗറിന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ 2 പേർക്കും കൂടെ 40 രൂപയാണ് അയക്കണത്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് 10-15 മിനിറ്റ് ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഓട്ടോയിൽ പോകണമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓട്ടോക്കാർക്ക് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് ഒരു കാര്യവും പറഞ്ഞില്ല. കാരണം അവർക്ക് മാക്സിമം പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവർക്ക് ഓട്ടം പിടിക്കണം എന്നുള്ളത് മാത്രമായിരിക്കും അവർ വിചാരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ദൂരമാണെങ്കിൽ അവർ വലിയ ദൂരം പറയും. അതുകൊണ്ട് ഓട്ടോക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബസ്സിൽ തന്നെ ആശ്രയിച്ച് പോകാം. 5 കിലോമീറ്റർ പോകണമെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞത് 700 രൂപ. പിന്നെ
നമ്മൾ വെറുതെ എത്ര പൈസ കളയണമെന്ന് വിചാരിച്ചിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. അപ്പം ബസ് എനിക്ക് 40 രൂപയ്ക്കാണ് ബസ് പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ ഇത്ര പൈസ പൊട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ സ്റ്റേഷനിൽ വന്നിട്ട് ചോദിച്ചിട്ട് പോവാം, പിന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പ് എടുക്കുക. അതല്ലാണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരില്ല. ട്രാഫിക്ക് ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ടൈം വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ വിചാരിക്കുന്ന ടൈമിലൊന്നും എത്തൂല. അപ്പോൾ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ നോക്കി നോക്കി പോകണമായിരിക്കും നല്ലത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ എല്ലായിടത്തും ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ബോർഡ് എഴുതി വെക്കില്ലേ? ഇവിടെ ബസ്സുകൾക്ക് ഇംഗ്ലീഷിലുള്ള ബോർഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് ചോദിച്ചു തന്നെ പോകേണ്ടി വരും. പിന്നെ ചിലതിലൊക്കെ ഇംഗ്ലീഷിലുണ്ടാവും. അതുമാതിരി ഇല്ലേ, ആ ബസ്സിൻ്റെ ബാക്കിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് ഇതാവുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇംഗ്ലീഷ് ചെറുതായിട്ട് മനസ്സിലാവും. അതല്ലാണ്ട് വേറെ എല്ലാം കന്നഡയാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി നടക്കുവാണ്. ഇനിയിപ്പോൾ ബാംഗ്ലൂർ പാലസിലേക്ക് പോകേണ്ട വഴിയാണ് തപ്പി കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ പാലസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ടോ? ഇനി ഇത് ഓപ്പൺ ആക്കുമോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് അറിയണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരെ വന്ന് വെറുതെ ഇരിക്കും. വാ, എൻ്റെ ഫ്രണ്ട് ഇവിടെയായിരുന്നു. ആ ഓട്ടോ കൊടയൊക്കെ എടുത്തിട്ട് വരാം, കാരണം നല്ല വെയില. പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയില. നമ്മൾ പാലസിലോട്ട് പോവാണേ. അപ്പോൾ ഈ റൂട്ട് സൈനൂരെ നീ ഭയങ്കര ഡേഞ്ചറാണ്. നിന്റെ കൂടെ ഞാനില്ല. ആയിരിക്കും. അതെ, നമ്മള് പാലത്തിലെത്തിയിട്ടില്ല, കുറച്ചുകൂടെ എത്താനുണ്ട്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അത്യാവശ്യം നല്ല നടപ്പ് നടക്കാനുണ്ട്. നമ്മൾ വസന്തനഗർ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേനും ഒരു ജംഗ്ഷൻ മാതിരി ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡിൽ കൂടെ ഒരു എത്ര കിലോമീറ്റർ, 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. അപ്പോൾ അത് നടന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ റൈറ്റിലേക്ക് ഒരു ജസ്റ്റ് ഒരു യു ടേൺ മാതിരി ഉണ്ട്. അതിൽ ആ യു ടേൺ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഈ റോഡാണ് വരുന്നത്. ആ റോഡിൽ കൂടെ നേരെ വരിക. അപ്പോൾ നമ്മുടെ ബോർഡ് കണ്ടില്ലേ, അവിടെ നിന്ന് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. എന്നിട്ട് ഇതാണ്ട് ആ റോഡായി ഈ ബാക്കിൽ കാണുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. ഇതിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഞാൻ ശരിക്കുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ. ഫ്രണ്ടിലൊരു പച്ചപ്പ് മാതിരിയൊക്കെ വന്നിട്ട് ഒരു പഴയ കൊട്ടാരമൊക്കെ പോലെ. അതെ, കസിൻസ് സിനിമയ്ക്കകത്ത് ഫ്രണ്ടിൽ ഡാൻസ് ചെയ്യുന്നൊരു പോർഷനില്ലേ, അതാണ് ബാംഗ്ലൂർ പാലസ് എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അതന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പാലസിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്നുള്ളത് അറിയത്തില്ല, അത് നോക്കണം. അവർ നേരത്തെ അവിടെ പെർമിഷൻസ് ഓൺലി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ചാർജബിൾ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളത് ഫോൺ അലോ ചെയ്യാന്നുള്ള ഡൗട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഫുള്ള് എ സി ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിലാണ്. ഇനി ഇത് റിനോവേഷൻ വല്ലതും ആണോന്ന് അറിയത്തില്ല, നോക്കാം. ഇതിൽ എൻട്രൻസ് ഫീ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, അത് ചോദിക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലാൻ പോവാണ്. ഫ്രണ്ടിലേക്ക് കയറുന്ന റോഡാണിത്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്
അതാണ്ട് ഈ കാണുന്നതാണ് പാലസ്. ഈ കാണുന്നതാണ് പാലസ്. ഇവിടെ ചാർജ് കാണിച്ചിരിക്കുന്നുണ്ടോ? എൻട്രി പാസ് ഫോർ ദ പാലസ് വിസിറ്റിംഗ് 260 രൂപയാണ്. നമ്മൾ ഇന്ത്യൻ വിസിറ്റർ ആണെങ്കിൽ 260, ഫോറിനർക്ക് 500 രൂപയാണ് വരുന്നത്. ഇതാണ് എൻട്രൻസ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. കബോൺ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടി. അപ്പം ഞങ്ങൾ 100 രൂപയുടെ വാങ്ങിച്ചു. പക്ഷേ പബ്ലിക്കുള്ള ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വെയിലത്ത് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇനി വന്നാം. ഇപ്പോൾ ഞങ്ങളൊരു സമൂസ ചാട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ സമൂസ ചാട്ടല്ല. ഇത് കുറേ ഗ്രീൻ ബീൻസും പിന്നെ എന്താണ്ട് കറി പൊഴിച്ചിട്ടൊക്കെയാണ് കണ്ടത്. അപ്പോൾ കുഴപ്പമില്ല, കഴിക്കാമല്ലേ. നാട്ടിലത്തെ അത്ര ഒരു ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഓരോ സ്ഥലത്ത് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ് വരണേ. ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല, ചോദിച്ചു നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാം എത്ര രൂപയാണെന്നുള്ളത്. ഇതാണ് കബോൺ പാർക്ക്. മഴക്കാറൊക്കെ വയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു കമ്മലിൻ്റെയൊക്കെ ഒരു കടയുണ്ട്. 20 രൂപ 40 രൂപയ്ക്കാണ് അത് പറയുന്നത്. ഫിക്സഡ് പ്രൈസാന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സൈനോരയുടെ കണ്ണ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ബാ, കപ്പലിൻ്റെയാണ് വാങ്ങിക്കാം. ഇതാണ് കബോൺ പാർക്ക് വരുന്നത്. ഇത് ചുമ്മാ നമുക്കിവിടെ ജസ്റ്റ് കുറേ സ്പേസ് ഉണ്ട്. നമ്മൾ നോർമൽ എന്താ പറയണത്, പിന്നെ കുറേ വൈഡായിട്ടുള്ള ഏരിയ ഉണ്ട്. കുറേ ടൈം നമുക്കിവിടെ ചുമ്മാ റിലാക്സേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. പറഞ്ഞു നമ്മളിപ്പോൾ പാർക്കിലുള്ളത്. പാർക്ക് ഭയങ്കര വൈഡായിട്ടുള്ള ഏരിയ. കാരണം നമ്മുടെ അവിടുത്തെ പാർക്കൊന്നും പോലെയല്ല. ഇത് ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ട്. കാരണം കുറേ ഉണ്ട്. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കാണാനാണെങ്കിൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഈ ജസ്റ്റ് ഒന്ന് ഇത് എടുത്ത് വെച്ച് കാണിച്ചിട്ട് കണ്ട. ഇതാണ് പാർക്കിൻ്റെ ഏരിയ. ഇങ്ങോട്ട് ആ ഏരിയ ഫുള്ള് പറയും. കണ്ട ഈ ഏരിയ കണ്ടോ? ഇങ്ങോട്ടൊക്കെ കുറേ സ്ഥലം. അവിടെ കപ്പിൾസ് ഒക്കെ ഇരിക്കണ കാണാൻ. ഈ ഏരിയ ഏറ്റവും കൂടുതൽ കപ്പിൾസിനെ കാണാൻ പറ്റാം. അതെ, കപ്പിൾസ് ആയിട്ടൊക്കെ വന്നിരിക്കേണ്ട ആൾക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. അധികം റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് വരാം. പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് പേടിക്കാനുമില്ല. ഈ ഒരു മരം കാണിച്ചു കൊടുത്ത് അതിന്റെ വേരുകൾ ഭയങ്കര വലിയ വേരാ. ഭയങ്കര വലിയ വേരാ. പക്ഷെ ഒരു നമ്മൾ വരച്ച് വെക്കില്ലേ, വരച്ച് വെക്കുന്ന മതിയിട്ട് അത് നല്ല രസമുള്ളതാണ്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ അവിടെ ഇവിടെ കുറേ ഹൊറിഗാല് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയിരിക്കണം. കാര്യം കുറേ നേരം അതിനകത്ത് നടക്കണം, ഫോട്ടോ പിടിക്കുന്നു. അതെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് അവിടെ പോയിരിക്കാന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാനില്ല. അതുപോലെ മൈസൂർ പാലസ് അല്ല, ബാംഗ്ലൂർ പാലസിൽ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ 260 രൂപയാണ് ഒരു ടിക്കറ്റിന് പ്രൈസ് വരുന്നത്. പക്ഷേ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാണ് 260 രൂപയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല. കാരണം ഒരു പാലസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും കാണാനുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു പൈസ വേർത്താവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വരിക. ഇത് ജസ്റ്റ് അവിടെ കുറേ ഫോട്ടോസ് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. പണ്ട് ഈ നമ്മുടെ രാജാക്കന്മാരെ പിടിക്കാൻ പോയപ്പോൾ ഉള്ള ഫോട്ടോസ്, അവിടുത്തെ ട്രൈബ്സിന്റെ ഫോട്ടോസ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഫോട്ടോസ്, പിന്നെ പഴയ രാജാക്കന്മാരുടെ ഡ്രോയിങ്സ് പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അവർ ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങൾ, സാധനങ്ങൾ, കൂടുതലും പിക്ചേഴ്സ് അവിടെ ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പഴയതായിട്ട് യൂസ് ചെയ്തേക്കണ ഈ എന്താണ് ലാമ്പൊക്കെ ഇല്ലേ, അത്, പിന്നെ അതുപോലെ ഫോണ്, ക്ലോക്ക്, അതുമാതിരി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു രാജാവിൻ്റെ ഒരു വലിയൊരു പിയാനോ പോലത്തെ നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണിക്കില്ലേ, വലിയത്, അതുമാതിരിത്തെ ഒരു സാധനമുണ്ട്.
അതൊക്കെ അവിടെ. പിന്നെ ക്യാമറ അലൗ ചെയ്തില്ല, ഫോൺ ക്യാമറ അലൗ ചെയ്തില്ല, നോർമൽ ക്യാമറ അലൗ ചെയ്തില്ല. അത് അവർ പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പം അല്ലാണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ അടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതാണ് പിന്നുള്ളൊരു കാര്യം. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ച അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിലത്തെ കുറേ ഡോറുകളുണ്ട്, ഒറ്റ ഡോറും തുറന്നിട്ടില്ല, എല്ലാ ഡോറും ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. ഇവർ വെച്ചേക്കണ ആ ഒരു വഴിയിൽ കൂടെ പോയിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള കുറച്ച് ഫോട്ടോസ് കാണാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് കാണാൻ നല്ല രസമുണ്ട്, കാരണം ഒരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. പിന്നെന്ന് വെച്ചാൽ അതിൻ്റെ ആർച്ചൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു പ്ലേസാണ്. പിന്നെ ഫ്രണ്ടിൽ അതിന് ഗാർഡൻ ഉണ്ട്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. പിന്നെ ബാംഗ്ലൂർ പാലസിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ട് വരാം. അപ്പം നമ്മൾ അതിൻ്റെ നടുക്കൂടെ ഒരു റോഡുണ്ട്, അപ്പം നമ്മൾ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മരമുണ്ട്, അത് നല്ല രസമുണ്ട് കാണാൻ. കുറേ മരങ്ങളുണ്ട്, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ. നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് വരുന്നവർക്ക് കൊള്ളാം, നല്ല പ്ലേസാണ്. സൈനോര ത്രില്ലിങ്ങിലാണല്ലേ. ചില്ല് ചെയ്തോ നോക്കിയേ. ഇതെനിക്കതിന് കുറേയേറെ പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. അതിൻ്റെ റൂട്ടുകളൊക്കെ ഭയങ്കര ഈ കുറേ അണ്ണാൻകുഞ്ഞുങ്ങൾ, പിന്നെ കുറച്ച് പ്രാവുകൾ. അണ്ണാനെ പിടിക്കാൻ ചെല്ലു. അണ്ണൻ ഇപ്പൊ തന്നെ നിൽക്കും. ഇവിടെ കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരൊക്കെ വന്നിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതുമാതിരത്തെ സ്ഥലത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ കുറേ പോലീസുകാരും പിന്നെ കുറേ നാട്ടുകാരും എല്ലാവരും ഉണ്ടാവും. പിന്നെ കുറേ സദാചാരക്കാരും ഉണ്ടാവും. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഫീൽ ഫ്രീ ആയിട്ട് നടക്കാം, അല്ലേ സീനി? 2 ഐസ്ക്രീമാണ്. എന്തായാലും ഇവിടെ ഒരു ഒന്നല്ലേ, അപ്പോൾ കഴിക്കാൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ സമൂസ ചാട്ട് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് ഇവിടെ ഒരെണ്ണം 60 രൂപയാണ്. നമ്മളെ നാട്ടിൽ 30 രൂപയുടെ സാധനമാണ്. പക്ഷെ അതൊക്കെ കുറച്ച് ഓവർ പ്രൈസ്ഡാണ്. ഭയങ്കര ഇതായിട്ട്. പിന്നെ ഇത് ബട്ടർ സ്കോച്ചാണ്, ഇത് ചോക്ലേറ്റാണ്. അപ്പം ഞങ്ങൾ ഇതും കൊണ്ട് എവിടെയെങ്കിലും പോയിക്കട്ടെ. ഇനി കുറേ നടക്കണം, ഇത് നടക്കാൻ ആണെങ്കിൽ കുറേ ഉണ്ട്. ഇത് കണ്ടോ, ഭയങ്കര വൈഡ് ഏരിയ. അതിൻ്റെ അറ്റത്തേക്ക് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ അറ്റം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ. ഇത് കബോൺ പാർക്കിലെ തന്നെ ഒരു സ്പേസാണ്. ഇത് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ഇതാണ്. നമുക്ക് ഈ പാറ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇത്. ഇവിടെ ഉള്ളതാണെന്നാ തോന്നുന്നത്, കണ്ടിട്ട് ഉണ്ടാക്കി വെച്ചേക്കണ പോലെ തോന്നുന്നില്ല. ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഉള്ളതാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇതോ അവിടെ ആയിട്ട് എന്തോ ഒരു ഇത് പോലെ ഉണ്ട്. ഇത് ഈ പ്ലേസ് ഉണ്ടോ ഇവിടെ ഒരു, അതെന്താന്ന് കൂടെ നോക്കണം. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്നിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ UB സിറ്റി മാളാണ്. അപ്പം സൈനോരതാ അവിടെ പാവം ബാഗൊക്കെ ആയിട്ട് ഫോണൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ വരുമ്പം ലെസ് ലഗേജ് ആയിട്ട് വരിക. ഞങ്ങൾക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന സമയത്ത് ഉള്ള വേണ്ട സാധനങ്ങൾ മുഴുവൻ കെട്ടിപ്പെറുക്കി കൊണ്ടുവന്നു. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ അത് താങ്ങി പിടിച്ചടക്കാൻ പാടാ. അപ്പോൾ അത് കാരണം ഞങ്ങളെല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു കുഞ്ഞു ബാഗ് മാത്രം ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും
വെയിറ്റ് മാക്സിമം കുറച്ചിട്ട് വരണമായിരിക്കും നല്ലത്. ഐ മീൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ. അപ്പോൾ നമുക്കത് അങ്ങോട്ട് പോവാം. സൈനോര ബാടാ പോവാ. ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ശരിക്കും പാർക്കിൻ്റെ എൻഡിങ് പോർഷൻ. അതായത് താങ്ക് യു എന്ന് പറഞ്ഞ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പം എന്താണ് തെലുങ്കിലങ്ങാണ്ട് കന്നഡയിലാണ് എഴുതി വെച്ചേക്കണത്. അത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ലാസ്റ്റ് താണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇത് ഇവിടെ കുറച്ച് ബട്ടർഫ്ലൈനെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസം കാണാൻ. കണ്ടോ, രസമുണ്ടാണ് കുറച്ച് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കബോൺ പാർക്കിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്തതായിട്ട് മ്യൂസിയത്തിലേക്കാണ് പോകുക. ഓക്കെ, ഞങ്ങളിപ്പം നമ്മുടെ കബോൺ പാർക്കിൽ നിന്ന് UP സിറ്റി മാൾ കാണാൻ പോയി. പക്ഷേ UP സിറ്റി മാൾ എന്ന് പറയാനായിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കുഞ്ഞൊരു മാള്, അത് നമ്മുടെ ഫോറം മാളിൽ ഇത്ര കൂടി ഇല്ല. ഫോറം മാളൊക്കെ ഭയങ്കര വലിയ മാളാണ്. ഇത് ജസ്റ്റ് ഒരു 2 ഫ്ലോർ കയറി ഒരു 10-12 ഷോപ്പുണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ്. അല്ലാണ്ട് അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതിനെ നടന്ന് ഊബർ നോക്കിയിട്ട് ഊബറില്ല, റാപ്പിഡോ നോക്കിയിട്ട് റാപ്പിഡോ നടപടിയാവില്ല. അപ്പോഴത്തേനും ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടന്ന് ഞങ്ങളിപ്പം നമ്മുടെ കബോൺ പാർക്കിൻ്റെ അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ മെട്രോയ്ക്ക് തിരിച്ച് മജസ്റ്റിക്കിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ മാക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് എന്തിനാണ് ഓർഡർ ചെയ്തേക്കണത്? 2 ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറി ഷേക്കും 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി ഷേക്ക് ഞങ്ങൾ കുടിച്ചിട്ടില്ല. ചിക്കൻ ബർഗറും കോക്ക് ഫ്ലോട്ടും അല്ലെങ്കിൽ സോഫ്റ്റ് സെർവാണ് സാധാരണ കഴിക്കുന്നത്. അപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടി പരീക്ഷ നോക്കാം എന്നുള്ള രീതിക്കാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പം ഫുഡ് വന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കാണിച്ചു തരാം. അപ്പം എല്ലാം കൂടെ ഫുഡ് ഓർഡർ വന്നു. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. സൈനോട് അങ്ങോട്ട് പോവുകയാണ് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 300 അറൗണ്ടാണ് എക്സ്പെൻസ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഷേക്കിനും ബർഗറിനും കൂടി. ഷേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷേക്ക് വരുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബർഗർ കൂടെ വരാനുണ്ട്. ബർഗർ കൂടെ വന്നു കഴിയുമ്പം നമുക്ക് പതുക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ മെട്രോ സ്റ്റേഷൻ ഇനി ഒരു കുറച്ചുകൂടെ നടക്കാനുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് മെട്രോ കയറി മജസ്റ്റിക്കിൽ പോകണം. ഇനിയിപ്പോൾ നമ്മൾ ചിക്പേട്ടി പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെന്തായാലും റൂമിൽ കയറി ഒറ്റയ്ക്ക് കുത്തിരിക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് ചിക്പേട്ടിൽ പോവുകയാണെങ്കിൽ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ നൈറ്റ് റൂമിലേക്ക് പോവാം എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ പിന്നെ നാളെ നമുക്ക് എല്ലാം കൊടുത്തിട്ടുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പം നമുക്ക് ബാക്കി ഫുഡ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. 2 ബർഗർ, 2 കെച്ചപ്പ്, സ്ട്രോബെറി ഷേക്ക്. അപ്പം നമുക്ക് പഠിക്കണേ. ഞാൻ ആലോചിക്കും നമ്മളെ ബർഗർ നമ്മുടെ അവിടുത്തെ മാക്ഡൊണാൾഡ്സ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇവിടുത്തെ എങ്ങനെ നോക്കട്ടെ. ഇവിടുത്തെ പാറ്റി വലുതാണ്. ഇതിലൊരു ഒറിജിനൽ ടേസ്റ്റ് ഒക്കെ ഉണ്ട്.
നല്ല ബർഗറാണ്. കുഴപ്പമില്ല. ചിക്കനാണ്, ചിക്കൻ്റെ ടേസ്റ്റ് കുറഞ്ഞിട്ട് പാറ്റിക്ക്. ഇതിലെ സോസില്ലേ, സോസല്ല, തന്തൂരി മയോണൈസ് ആണ് തോന്നുന്നു. അത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റില്ല, ചെറിയൊരു പുളിപ്പൊക്കെ. ഇതൊരു പരീക്ഷണമാണ്, നല്ല ഞങ്ങൾക്കറിയത്തില്ല. ഒന്ന് കുറ്റം ഭയങ്കര തിക്കാട്ടോ. ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റ്. നമ്മളാ കോക്ക് ഫ്രൂട്ട് മാതിരിയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് നല്ലതാണെങ്കിൽ വാങ്ങിക്കാന്നുള്ള രീതിയിലായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഇത് വാങ്ങിക്കുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കബോൺ പാർക്കിൻ്റെ മെട്രോയുടെ ഇത് കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് സെൻറ്ററാണ്, അതായത് ഈ സെൻട്രൽ പോർഷനിൽ കാണുന്ന മജസ്റ്റിക്. അപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കബോൺ പാർക്കിൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്കിനി റെഡ് ലൈനിൻ്റെ ഇതിൽ വേണം പോയിട്ട് മജസ്റ്റിക്കിൽ ഇറങ്ങാൻ. ഇനിയിപ്പോൾ മജസ്റ്റിക്കിൽ നിന്ന് നമ്മൾ നാളെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പം KR മാർക്കറ്റ്, പിന്നെ ലാൽബാഗ്, അതൊക്കെ. അപ്പോൾ അതൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഗ്രീൻ ലൈനിൽ ഇല്ലേ, ഗ്രീൻ ലൈനിൽ പോകണം. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം റെഡ് ലൈനിൽ വേണം പോവാൻ. റെഡ് ലൈനിൽ പോയിട്ട് നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങണം. എന്നിട്ട് ബാക്കി കാഴ്ചകൾ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ മെട്രോയ്ക്ക് കയറാൻ പോകണം. ടിക്കറ്റ് എടുക്കണ്ടേ മോനെ? നമ്മൾ ഇവിടെ ചിക്പേട്ടിലേക്കാണ് അവിടുന്ന് ഇറങ്ങിയത്. നമ്മൾ മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ടിക്കറ്റ് ചേഞ്ച് ചെയ്ത്, അതായത് എക്സ്ട്രാ ഒരാൾക്ക് 3 rupees വെച്ചിട്ട് 6, അതായത് 6 rupees കൊടുത്തിട്ട് നമ്മൾ ചിക്പേട്ടിൽ ഇറങ്ങി. അപ്പോൾ സാധാരണ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഡസ്റ്റ്ബിന്നിൽ ഡ്രോപ്പ് ചെയ്യുക ചെയ്യാം. ഇവിടെ അതിന് പകരം അവർ കോയിൻസ് തരാം. കോയിൻസ് ആദ്യം നമ്മൾ എൻട്രൻസിൽ വരുമ്പം സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റിൽ വരുമ്പോൾ കോയിൻ അതിലിട്ടിട്ട് വേണം വരാൻ. അങ്ങനെയാണ്. ചാർജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ്. മെട്രോ കാരണം നമുക്ക് അവിടെ കൊച്ചിയിൽ എല്ലാത്തിനും മിനിമം ചാർജ് 10 രൂപയാണ് വരണേ. ഇവിടെ അങ്ങനെയല്ല, 3 രൂപ ഞങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ വെച്ചാൽ അഡീഷണൽ അവർ ഒരു സ്റ്റോപ്പ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതിന് 3 രൂപ ചാർജ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ അവിടെ ആണെങ്കിൽ എന്തായാലും 10 രൂപ ചാർജ് ചെയ്യും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മെട്രോയുടെ ഫെയർ ഭയങ്കര കുറവാണ് ഇവിടെ നമ്മുടെ അവിടത്തേക്കാളും. ബസ്സിനും ചാർജ് കുറവാണ്. പിന്നെയെന്ന് വെച്ചാൽ ഓട്ടോയ്ക്ക് മാത്രമാണ് കുറച്ച് എക്സ്പെൻസ് കൂടുതൽ വരുന്നത്. അത് നിങ്ങൾ ഊബറോ അല്ലെന്നുണ്ടെങ്കിൽ റാപ്പിഡോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഡ്രൈവറുടെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് മെട്രോയിൽ കയറിയിട്ട് പോകാമെന്ന് വെച്ചത്. അപ്പം നമ്മളിവിടെ ചിക്പേട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ടൈം ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ട് നാളെ ബാക്കി പർച്ചേസ് ചെയ്യും. നമ്മളിതേ ചിക്പേട്ടിൽ കൂടെ നടക്കണേണ്. ഇവിടെ കുറേ ഫീലുണ്ട്. ഞങ്ങളിതാണ്ട് ഫ്രൂട്ട്സ് ഇവിടെ അനാറ് വാങ്ങിച്ചു. അര കിലോ 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 50 അല്ല 100 അല്ലേ,
1 kg 100, ഹാഫ് kg 50. അങ്ങനെയായിരുന്നു വാങ്ങിച്ചത്. അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര വിലക്കുറവ്. ഇതാണ് മാർക്കറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കും ഈ സൈഡിലേക്കും ഒക്കെ കുറേ സ്പേസുകൾ കാര്യങ്ങളുണ്ട്. भैया 100 इतनी जास्ती है ना? जास्ती है तो नहीं, जबरदस्ती तो है नहीं। आपको अच्छा लग रहा है तो लीजिए। कहीं भी आप पता करिएगा तो यही रेट मिलेगा 100। ये मेटल बैंगल है, इसका फिक्स रेट 100 रहता है। जाओ मार्केट जाओ, कहीं भी जाओ, दुकान में जाओ, शॉप में यही 150 का मिलेगा आपकी मर्जी की बात। ഇപ്പോൾ സൈനോരെ വളം നോക്കിയിട്ട് സൈനോരൊക്കെ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് റേറ്റ് കൂടുതൽ കാരണം ഞങ്ങളിതേ പിന്നെ മ്ലാനമായിട്ട് പോവാണ്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. ഉള്ളിലേക്ക് കുറേ ഷോപ്സ് ഉണ്ട്. എനിക്ക് ലിപ്സ്റ്റിക്ക് വേണ്ട മോനെ. വാങ്ങിക്കണ്ടോ? അവരൊരു റേറ്റ് പറയുമ്പോൾ നീ ഉടനെ 100 റുപ്പീസ് അങ്ങനെ പറഞ്ഞാൽ അവർ ആ റേറ്റിൽ തരുള്ളൂ. നീ അപ്പോൾ അവർ പറയുന്നത് പകുതി കുറയ്ക്കണം. എന്നിട്ട് പറയേ. ഇപ്പം ഞാൻ പറയട്ടെ, അയാൾ 800, അയാൾക്ക് ഇതിൽ 1000 പറയണം. അപ്പം ഞാനല്ലേ പറഞ്ഞത് അത്രയും പറ്റില്ല. ഞാൻ അതിൻ്റെ പകുതി വരെയല്ലേ പറഞ്ഞത്. അതല്ല, അത്ര ആച്ചിലാണെങ്കിൽ നമ്മൾ എടുക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മളവിടെ നിന്ന് പോകാൻ പോയപ്പോഴല്ലേ പുള്ളി വിളിച്ചിട്ടും പറഞ്ഞത്. പലവരുടെ ജീൻസൊക്കെയുള്ള കടകളാണ്. ഇതേ ഒരു ആന ഇവിടെ നിൽക്കുന്നുണ്ട്. ആന ഇഷ്ടംപോലെ കടകളുണ്ട്, ഇഷ്ടംപോലെ കടകൾ. ബട്ട് പ്രൈസ് കുറച്ച് കൂടുതലാണ് ഇവർ പറയുന്നത്. നമ്മൾ നോക്കി എടുക്കേണ്ടി വരും. ഞങ്ങളങ്ങനെ തിരിച്ച് റൂമിലെത്തി. ചത്ത് പടമായി. അതെ, ഇനി ഒന്ന് കുളിച്ചിട്ട് കിടക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ കുളിക്കാനുള്ള ത്രാണിയൊന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുത്തെ വഴികള് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമുക്ക് കണക്റ്റഡ് ആണല്ലോ, ഏത് വഴി കൂടെ ചെന്നാൽ എവിടെയാണെങ്കിലും ചെല്ലും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഇതിൽ തന്നെ പല റൂട്ടുണ്ട്. അപ്പൊ നമ്മള് ഗൂഗിൾ മാപ്പ് നമ്മൾ ഇച്ചിരി കൂടെ ഫ്രണ്ടിൽ പോകുമ്പോൾ റൈറ്റ് സൈഡ് കാണിക്കും. അപ്പൊ നമ്മൾ റൈറ്റ് കയറുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് കാണിക്കും. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴിയല്ല. പക്ഷെ ഏത് വഴിയാണെങ്കിലും ചെല്ലും നമ്മള്. ഗൂഗിൾ മാപ്പ് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് പോവാണെങ്കിൽ സെറ്റാണ്. ഞങ്ങൾ നോക്കിയിട്ട് ആൾക്കാരുടെ വഴി ചോദിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചില ആൾക്കാർക്കൊന്നും അറിയില്ല. അവരിവിടുത്തെ ആൾക്കാരല്ലെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ചില ആൾക്കാർക്ക് ചോദിക്കുമ്പോൾ അവര് വേറെയുള്ള വഴിക്കാണ് പറഞ്ഞു തരണേ. അപ്പൊ നമുക്ക് ആൾക്കാരടുത്ത് ചോദിച്ചിട്ട് പോലും നടക്കത്തില്ല. എപ്പോഴും നമ്മള് ബാംഗ്ലൂരൊക്കെ വരികയാണെങ്കിൽ കൂടുതലും എനിക്ക് തോന്നുന്നു റൂട്ട് മാപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇപ്പം ബോയ്സൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല. ഗേൾസൊക്കെ വരികയാണെങ്കിൽ എന്തായാലും റൂട്ട് മാപ്പ് എടുത്ത് പോയാൽ മതി. പിന്നെന്ന് വെച്ചാൽ ട്രാഫിക് ഭയങ്കര കൂടുതലാണ് ഇവിടെ. അതായത് ബസ്സിനൊക്കെയാണ് കാറിനൊക്കെയാണ് പോകണമെങ്കിൽ ട്രാഫിക് ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ മെട്രോ കൂടുതൽ യൂസ് ആക്കുക. മെട്രോയാണ് നല്ലത്. ഞാൻ നോക്കിയിട്ട് ക്രൗഡ് ഉണ്ടാകും. നമ്മുടെ നാട്ടിലത്തെ മെട്രോയിൽ ഉണ്ടാകുന്ന ക്രൗഡിന്റെ ഇരട്ടി ക്രൗഡ് ഉണ്ടാവും ഇവിടെ. പക്ഷെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാൻ ടൈം നമുക്ക് അത്രയും ലാഭിക്കാം. നാളെ ഞങ്ങളിപ്പം ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനും പിന്നെ അതുപോലെ ചിക്പേട്ടും നമ്മൾ ഓൾറെഡി കുറച്ച് കവർ ചെയ്തിട്ട് പോന്നിട്ടുണ്ട്. അപ്പം അവിടെ അത്ര വലിയ അഫോർഡബിൾ ആയിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ. ഒരു കുറച്ച് ഷർട്ട് വാങ്ങിച്ചു. പിന്നെന്താ കുറച്ച് ഫ്രൂട്ട്സിനൊക്കെ റേറ്റ് കുറവാണ് ശരിക്കും.
ഫ്രൂട്ട്സ് വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത് നമ്മള്? ബിരിയാണി വാങ്ങിച്ചു. പിന്നെ ബീഫ് ബിരിയാണി വാങ്ങിച്ചു ഒരെണ്ണം. അത് ഈ 80 രൂപ എന്തോ ആയിരുന്നു ബീഫ് ബിരിയാണി. അതൊരെണ്ണം വാങ്ങിച്ചു. കഴിച്ചു നോക്കണം. ഇവിടുത്തെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. പിന്നെന്ന് വെച്ചാ പിന്നെ നമ്മളെന്താ മസാല ദോശ വാങ്ങിച്ചു. അതെനിക്ക് കണ്ടിട്ട് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മസാല ദോശക്ക് കട്ടിയൊക്കെ ഉണ്ട്. അപ്പം നോർമൽ ദോശ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ വെള്ളം കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ദോശ മാതിരി എനിക്ക് തോന്നി. അപ്പം പിന്നെ ഇവരുടെ മസാല എന്താണെന്നുള്ളത് അറിയത്തില്ല. എന്താണ്ട് സാധനങ്ങളൊക്കെ അത് തേച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം നല്ലതാണ് ചീത്തയാണെന്നുള്ളത്. പക്ഷെ 50 രൂപ മസാല ദോശ. ഉഴുന്നോടെ 15 രൂപയാ. ഉഴുന്നോടെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. മസാല ദോശ ആവറേജാണ്, കുഴപ്പമില്ല. പിന്നെ ചെറിയ ദോശയാണ്, വലിയ നമ്മുടെ അത്ര വലിയ ദോശയൊന്നുമല്ല, ഒരു മീഡിയം അത്ര ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. പിന്നെ എന്തെന്താ നമ്മൾ മേടിച്ച അവിടുന്ന്? പിന്നെ പല്ലാസോ വാങ്ങിച്ച്. അത് ഞങ്ങളടുത്ത് എത്ര രൂപ? ഒരെണ്ണത്തിന് 100 രൂപ പറഞ്ഞേ. നമ്മള് 100 രൂപയിന്ന് അത് 80 രൂപ, അതായത് 80 രൂപയ്ക്കായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു 2 എണ്ണം മതി പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരൻ കൂടുതൽ എടുക്കാനായിട്ട് ഇങ്ങനെ കുറെ പറയുന്നുണ്ട് 5 പീസ് വെച്ചെടുക്കാൻ. പക്ഷെ 5 പീസ് വെച്ചെടുത്താലും പുള്ളിയെ സെയിം റേറ്റ് തന്നെ പറയണം. അപ്പൊ പിന്നെ നമ്മൾ അത്ര എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തു, ഓളം 2 എണ്ണം എടുത്തു. പിന്നെന്താ അത്രയൊക്കെ ഇന്ന് പർച്ചേസ് ചെയ്തുള്ളൂ. ബാക്കി ഇനിയിപ്പോ നാളെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് വാങ്ങിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോ ഫുഡിന്റെ വീഡിയോ എക്സ്പ്ലോർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇന്നത്തെ ഫുഡാണെങ്കിലും കഴിച്ചു നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് നല്ലതാണോ എന്നുള്ളത് പറയാം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ വന്ന വഴിക്ക് റൂംസിന്റെ കാര്യം കണ്ടു. റൂം അവര് ഡെയിലി എന്തോ ഒരാൾക്ക് എത്രയാ 100 രൂപ, ഡബിൾ ബെഡ് ആണെങ്കിൽ 200. അങ്ങനെയാണ്. അങ്ങനെ ഒരു ഇത് കാണിച്ച് ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളതാണോ അതോ ഇനിയിപ്പം സേഫാണോ, പെൺപിള്ളേർക്കൊക്കെ എത്രമാത്രം സേഫ് ആയിരിക്കും എന്നറിയില്ല. ഇനി ബോയ്സിനൊക്കെ ആണെങ്കിൽ വല്ല ഡോർമെറ്ററി പോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ ഇവർ ഉദ്ദേശിക്കുന്നത് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ജസ്റ്റ് ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചപ്പം വീഡിയോ അപ്ലോഡ് പോവാണ്ടിരിക്കുക. അവർക്ക് കമ്മീഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും വന്നിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാം നോക്കി ഓട്ടോ ഇവിടുന്ന് ഒരിക്കലും ഓട്ടോ വിളിക്കരുത്. കാരണം ഇവിടുന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടുന്ന് പോയപ്പോഴത്തേനും ഞങ്ങൾക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് നടക്കണ ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ടേക്ക്. അതിന് ഞങ്ങൾക്ക് 40 രൂപയാണ് അയാൾ വാങ്ങിച്ചത്. ഈ 5 മിനിറ്റ് 6 മിനിറ്റ് നടന്നു വരുന്ന സമയത്തിന് 40 രൂപ ഞങ്ങളത് വാങ്ങിച്ചത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഓട്ടോ ഇത്രമാത്രം ഇതായിട്ടുള്ളതാണെന്നുള്ളത്. പിന്നീടാണ് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ അതിന്റെ റേറ്റ് കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ എടുത്തേക്കുന്ന റൂം പെർ ഡേ 1000 വെച്ചിട്ടാണ് വരുന്നത്. അവർ 1490 490 അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങള് അത് റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പം 1000 എടുത്തേക്കുന്നത്. പക്ഷെ ഇതിൽ റേറ്റ് കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ക്ലീൻ എത്രത്തോളം ആയിരിക്കും എന്നുള്ള പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളത് 1000 ആണെങ്കിലും അത്യാവശ്യം നല്ല റൂമാ, വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലീനൊക്കെയാണ്. പിന്നെ വാഷ്റൂം പണ്ടത്തെ നമ്മുടെ ഒരു ക്ലോസറ്റിന്റെ മാതിരത്തെ ഒരു ക്ലോസറ്റാണ്. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറെ ബഗ്സ് കാര്യങ്ങളൊന്നുമില്ല, കോക്രോച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ 2 പേര് നിങ്ങൾ മാക്സിമം വരുമ്പോൾ എന്ന് വെച്ചാൽ 2 ബെഡ് ആണെങ്കിലും ഒരു 3 പേർക്ക് കിടക്കാനുള്ള സ്പേസ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഒരു 3 പേഴ്സണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡബിൾ ബെഡ് വാങ്ങിച്ചാൽ തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ ഷെയർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയാലും ഇത്ര റേറ്റ് വരത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ഫോണിൻ്റെ ചാർജ് കുറവാണ്, നോക്കട്ടെ. എന്നിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. ഇതാണ് നമ്മൾ വാങ്ങിച്ച ഉഴുന്ന് വട. പിന്നെ ഇതെന്തെന്നാണ് റെഡ് ചട്നി. പിന്നെ 1 കിൻഡൽ വെച്ചിട്ടുണ്ട് ചമ്മന്തി. ഇതാണ് മസാല ദോശ. മസാല ദോശയുടെ പൊളിച്ചെടിയുടെ ഉള്ളിലത്തെ ആദ്യം അവരെന്തോ മസാല തേച്ചിട്ടാണ് അതിന്റെ പുറത്തേക്ക് ആ സാധനം വെച്ചേക്കണേ. കണ്ടിട്ട് നല്ലതാന്ന് തോന്നണല്ലേ? കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. അയ്യോ
ഇത് കഴിക്കാണ്. ഇതില് ഈ റെഡ് ചട്നി അടിപൊളിയാണ്. റെഡ് ചട്നിയിൽ മുക്കി കഴിക്കാൻ ടേസ്റ്റാണ്. നല്ല ചട്നി രൂപം കാണാലോ, കാണാം. തിന്നോ. നല്ല ചട്നി കേട്ടോ. പിന്നെന്ന് വെച്ചാല് പിന്നുള്ള ചട്നി എന്ന് പറഞ്ഞാൽ ഈ ചട്നിയാണ്. പക്ഷെ ഈ ചട്നി നമ്മള് മലയാളീസിന് അത്ര ഇഷ്ടപ്പെടില്ല. എന്താന്ന് വെച്ചാല് ഇതിനെന്ത് ഒരു മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഭയങ്കര ഒരു കുത്തലാണ്. അതാണെങ്കിൽ അവര് കൊറേ വെച്ചിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല. മാംസമെല്ലാം വെച്ച് കഴിക്കണം, കളയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ഇന്ന് അവിടെ പോയപ്പം ചാട്ട് സമൂസ വാങ്ങിച്ചിട്ട് ഒരു കാശിനും കൊള്ളില്ല കഴിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നമ്മുടെ അവിടുത്തെ മാറ്റത്തെ ചാട്ടേ അല്ല, നല്ല വ്യത്യാസമുണ്ട്. ഈ ചിക്കൻ കറി മാറ്റത്ത് എന്തോ ഗ്രേവി ഒക്കെ ഒഴിച്ചിട്ട് കുറെ ഗ്രീൻ ബീൻസ് ഒക്കെ ഇട്ടിട്ട് തന്നെ ഒന്നിനും കൊള്ളൂലായിരുന്നു. ഞങ്ങളുടെ ബാഗിൽ ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കളയുകയും ചെയ്തു. ഒരെണ്ണം വാങ്ങിച്ചിട്ട് അതില് സമൂസ നല്ലായിരുന്നു. സമൂസയുടെ സ്റ്റഫിങ് അടിപൊളിയായിരുന്നു. സമൂസ കഴിച്ചല്ലാണ്ട് ബാക്കി സാധനങ്ങളൊന്നും ഞങ്ങൾ കഴിച്ചില്ല. അപ്പാടെ തന്നെ ഡസ്റ്റ്ബിനിൽ കൊണ്ട് കളഞ്ഞു. കാരണം ഫുഡ് വേസ്റ്റ് ചെയ്യണ മോശമാണ്, ശരിയാണ്. പക്ഷെ കഴിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഓക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് കഴിച്ചിരിച്ച ആൾക്കാർക്ക് അതുമാതിരി അല്ലാത്തതും ആയതുകൊണ്ടും പിന്നെ വേറൊരു ടേസ്റ്റൊക്കെ ആയതുകൊണ്ടും നമുക്ക് പറ്റണില്ല. അതുകൊണ്ട് അത് ഞങ്ങൾ കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചത്. അത് നല്ലായിരുന്നു. പക്ഷേ അമൂലിന് 30 രൂപയുടെ ഐസ്ക്രീം അവർ ഞങ്ങൾക്ക് 60 രൂപയ്ക്കും തന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കബോൺ പാർക്കിന്റെ സ്പെഷ്യൽ ഐസ്ക്രീമാണ്. ഞാൻ മസാല ദോശ കഴിച്ചു ഗൈസ്. ഒന്നും പറയാനില്ല. വെളുത്തുള്ളിയുടെ കുത്തിലാണ് ഗൈസ്, വെളുത്തുള്ളിയുടെ കുത്തിലാണ്. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, തിന്നുമ്പോ ഭംഗിയില്ല. പിന്നെ അത് പറഞ്ഞ മസാല ഇതാ കുത്തലാന്നുള്ളൂ. ദോശ നല്ലതാ. പ്ലെയിൻ ആയിട്ട് ദോശ എടുക്കണമെങ്കിൽ നല്ല രസമുണ്ട്. ദോശ നല്ല ക്രിസ്പി ദോശ പോലത്തെ ഇതാ നല്ല ഒക്കെ എടുത്തേക്കണ്ട, നല്ല രസമുണ്ട്. മസാല ഉള്ളൂല്ലാട്ടാ. തിരിച്ചു പിന്നെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇവര് കൊറേ എണ്ണയാണോ എണ്ണയാന്ന് തോന്നുന്നു, കൊറേ എണ്ണ വാരി ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒരു ദോശക്കകത്ത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു 4-5 ദോശയിൽ ഇടുന്ന അത്ര എണ്ണ അവർ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതെനിക്കിഷ്ടമല്ല. ചട്നി മഹാഭാഗ്യത്തിന് അവര് ഇതിന്റെ അടിയിലാണ് വെച്ചേക്കണേ, ദോശയുടെ അടിയിലാണ് വെച്ചേക്കണേ. തക്കാളി ചട്നി ഉള്ളതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ സാമ്പാർ ഞാൻ കണ്ടതില്ല കേട്ടോ. ഓരോ സ്ഥലത്ത് സാമ്പാർ കൊടുക്കണില്ല. എന്താ സാമ്പാറിലെത്തുന്നറിയില്ല. നമ്മൾ തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് നേരടക്കുള്ള സാമ്പാറാണല്ലോ, ആ സാധനം ഇവിടെ ഇല്ല. നമ്മൾ മലയാളീസിന്റെ പ്രിയപ്പെട്ട സാധനം അത് നമ്മൾ മിസ് ചെയ്ത് ശരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് അങ്ങനെ പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ വന്ന വഴിക്ക് കണ്ടൊരു കാര്യമാണ്. ഞങ്ങൾ ചിക്പേട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നടന്ന വന്ന വഴിക്ക് ഒരു കോർണർ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വോക്ക് വേ ഇല്ലേ അതിൻ്റെ എഡ്ജ്, അതായത് ടേണിങ് ഇങ്ങനെ തിരിയുന്ന, അതായത് ജംഗ്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ജംഗ്ഷൻ വന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് തിരിയണ ആ കോർണറില്ലേ, ആ കോർണറിന്. അപ്പം ഞങ്ങളിത് അവിടെ കൂടെ നടന്നു വന്നപ്പോഴത്തേനും ഞങ്ങളുടെ കാലിൻ്റെ അവിടെ ഒരു സാധനം ഇങ്ങനെ തട്ടി. അപ്പം ഞങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോഴത്തേനും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു വെള്ളച്ചാക്ക് നന്നായിട്ട് ഇങ്ങനെ മുഷിഞ്ഞു കഴിഞ്ഞാല് എന്ത് കളറാവും അതുമാതിരിത്തെ ഒരു കളറ്. ഇങ്ങനെ നമ്മൾ ഈ പൂഴിക്കകത്തൊക്കെ വെള്ളച്ചാക്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞ്
ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മളത് കഴിയല ആ പുഴിയുടെ ഒരു കളർ അതിനെ പിടിക്കൂലേ, അതിമാതിരത്തെ ഒരു ചാക്ക്. ആ ചാക്കിന്റെ സൈഡിലൊക്കെ എന്ന് വെച്ചാ അതായത് 2 ചാക്ക് കൂട്ടി തയ്ച്ചേക്കണ സാധനമാണ് അത്. അതിനകത്ത് ഈച്ച പിടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവര് വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഈ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിട്ടാണ് ആൾക്കാർ വഴിയെ പോകുന്ന സ്ഥലത്ത് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ആ സാധനം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്, അതൊരു വേസ്റ്റേ അല്ലായിരുന്നു. എനിക്കത് കണ്ടപ്പോ പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോയി. അതൊരു പറ അത് ഡെഡ് ബോഡി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിഞ്ഞ് ഇങ്ങനെ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് മിണ്ടാണ്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുക ചെയ്തത്. അതായത് ഒരു മനുഷ്യനെ കൊന്നിട്ട് അതിങ്ങനെ 2 ചാക്ക് കൂട്ടി തയ്ച്ച സാധനത്തിനകത്ത് അതിന്റെ അകത്ത് ആക്കിയിട്ട് ഫുള്ള് കെട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുമാതിരി തന്നെ. കാരണം ആ ചാക്കിന്റെ അറ്റത്ത് ആളുടെ കാലിങ്ങനെ നമ്മുടെ തള്ളവിരല് ചൂണ്ടുവിരല് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമല്ലോ. അപ്പൊ ആ ഷേപ്പ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ. അതുപോലെ ഉപ്പൂറ്റിയുടെ ഇങ്ങനെ വരുന്ന ആ കേവിന്റെ ഷേപ്പിക്കില്ലേ, അതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ട്. അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും അയാളെ നടുവിന്റെ ഷേപ്പ് എല്ലാം ഈച്ച പിടിക്കുന്നുണ്ട്. പക്ഷെ ബ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ നോക്കി, ഇങ്ങനെ കുറച്ചേരം നോക്കി നിന്നപ്പോൾ തന്നെ ആ ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞ ആ പുള്ളി സിഗരറ്റ് ഒരു പ്രായമുള്ളൊരു പുള്ളി സിഗരറ്റ് വലിച്ചിട്ട് വന്ന് ഞങ്ങൾ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് പോയി. ഞങ്ങളവിടെ അപ്പോൾ 2-3 പ്രാവശ്യം ഞങ്ങളിങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴേ ഞങ്ങൾക്ക് എന്തോ പന്തികേട് തോന്നി. കാരണം അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഞങ്ങൾ ആദ്യം വിചാരിച്ച ഒരാൾ കിടന്നുറങ്ങുമായിരിക്കും. അതായത് തണുപ്പായതുകൊണ്ട് പുള്ളിക്ക് ഡ്രസ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇതില്ലാത്ത കാരണം പുള്ളി ചാക്ക് വെച്ചിട്ട് കിടന്നുറങ്ങണായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് സൈഡ് ചെറിഞ്ഞ് കിടക്കണായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ ഈച്ച പിടിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടല്ലാന്ന്. അപ്പം അതിൻ്റെ പുറയുള്ള സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് അറിയില്ല. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു ഭയം തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം ഞങ്ങള് റൂമിലേക്ക് എത്താൻ നോക്കി. പിന്നെ വേഗം എത്തി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ മതിലായി പോയി. അത് ഡെഡ് ബോഡി ആണോ അല്ലെങ്കിൽ ആരെങ്കിലും കിടന്നുറങ്ങണേണോന്നൊന്നും അറിയാൻ പാടില്ല. ആ ചേട്ടൻ വന്ന് അങ്ങനെ കാണിച്ചെങ്കിൽ ഞങ്ങൾ വേഗം അവിടെ പോരുകയും ചെയ്തു. പക്ഷെ എന്താ കാര്യം എന്നറിയോ, ഒരു മനുഷ്യനാണെങ്കിലും ഉറങ്ങുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്വാസം വലിക്കുന്ന ആ ബ്രീത്തിന്റെ ഒരു ഇതെങ്കിലും നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു അനക്കം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ സാധനം ഞാൻ കുറെ നേരം അങ്ങനെ നോക്കി നിന്നെങ്കിലും എനിക്ക് അതിൽ നിന്ന് ഒരു ചെറിയൊരു ചലനം പോലും ഞാൻ അതിൽ കണ്ടില്ല. ഞാൻ അയാളുടെ നെഞ്ചെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊങ്ങുന്നുണ്ടോന്നാണ് ഞാനിങ്ങനെ നോക്കിയായിരുന്നു. പക്ഷെ ആ ബോഡി എങ്ങനെ കിടക്കണേ അതുമാതിരി തന്നെ കിടക്കണേ. അതാണ് എനിക്കൊരു ഇത് വന്നത് കണ്ടപ്പം. വേറെ ആർക്കും അറിയില്ല സംഭവം. ഞങ്ങളത് കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നു.